ഔദ്യോഗിക വസ്തുക്കൾക്കായി അവകാശവാദം ഉന്നയിച്ച് മന്ത്രിമാർ. ഒരു വസ്തുക്ക് 3 മന്ത്രിമാർ വരെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക വാഹനങ്ങളിൽ 13ാം നമ്പർ പക്ഷേ ആർക്കും വേണ്ട. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാർ. ടൂറിസം വകുപ്പിന് കയ്യിലുള്ളതാകട്ടെ 20 മന്ത്രിമന്ദിരങ്ങൾ. UDF-നുള്ളിൽ വകുപ്പ് വിഭജന തർക്കം തുടരുന്നതിനിടെയാണ് മന്ത്രിമന്ദിരങ്ങൾക്കുമായുള്ള പിടിവലി. നിള, സാനഡു, ഗ്രേസ് എന്നിവയ്ക്കാണ് ആവശ്യക്കാരേറെ. ഒരു വസതിക്ക് 3 മന്ത്രിമാർ വരെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. സാനഡുവിനായി K മുരളീധരനും ഗ്രേസിനായി KA തുളസിയും. മന്ത്രിമന്ദിരങ്ങൾ തൽക്കാലം മോടി പിടിപ്പിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും വാർഷിക അറ്റകുറ്റപ്പണികൾ എന്ന പേരിൽ 3,95 ലക്ഷം രൂപ പൊതുഭരണ വകുപ്പ് അനുവദിച്ചു. 9 മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനാണ് തുക അനുവദിച്ചത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് പണം അനുവദിച്ചിട്ടില്ല. 1,35 ലക്ഷം രൂപയായിരുന്നു ക്ലിഫ് ഹൌസിന്റെ അറ്റകുറ്റപ്പണിക്കായി ചീഫ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടത്. ക്ലിഫ് ഹൌസ് കൂടുതൽ മോടി പിടിപ്പിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പൊതുഭരണ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് മാറുന്നത് ഒരാഴ്ച വൈകും. UDF മന്ത്രിമാർക്ക് 13ാം നമ്പറിനോടുള്ള അനിഷ്ടവും തുടരുന്നു. മന്ത്രിമാർക്കുള്ള ഔദ്യോഗിക വാഹനങ്ങളിൽ 13ാം നമ്പർ ആരും സ്വീകരിച്ചില്ല. കഴിഞ്ഞ സർക്കാരിൽ മന്ത്രി P പ്രസാദായിരുന്നു 13ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത്. VS അച്യുതാനന്ദൻ സർക്കാരിൽ MA ബേബിയും 1ാം പിണറായി വിജയൻ സർക്കാരിൽ തോമസ് ഐസക്കും 13ാം നമ്പർ വാഹനം ചോദിച്ചു വാങ്ങിയിരുന്നു. വാഹന നമ്പറിലും ഔദ്യോഗിക വസതിയിലും ഇന്നു വൈകുന്നേരത്തോടെ അന്തിമ തീരുമാനമാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.